രചന ഗംഗോത്രി. ഭാഗം 67. ഗംഗ നിസ്സഹായായിരുന്നു. പാവം വിഷ്ണു കൂടി താൻ കാരണം ഈ ഗതിയിലായി. അവൻ അപ്പോഴും ബോധമുണ്ടായിരുന്നില്ല. ചാർമി. ഗംഗ ശബ്ദമുയർത്തി വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആരും അങ്ങോട്ട് വന്നില്ല. കാരണം രാവിലെ തന്നെ ജിബ്രാൻ്റെ ആളുകൾ അവർ കിടക്കുന്ന മുറിയിൽ സ്പ്രേ അടിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരും മയങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് മുറ്റത്തേക്കൊരു വണ്ടി വന്നായിരുന്ന ശബ്ദം അവൾ ഓർത്തത്. ആരെങ്കിലും അവിടെ ഉണ്ടോ? ഗംഗ പുറത്തേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു കണ്ണുകൾ തുറന്നു. ആ സമയത്താണ് അവനും അവൻ്റെ അവസ്ഥ മനസ്സിലായത്. ഗംഗയെ കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി. അവളെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നതായിരുന്നു അവൻ്റെ സങ്കടം. അവൻ കയർ വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ രാത്രിയിൽ തന്നെ പണി തുടങ്ങി അല്ലേ? അവരൊരു സ്പ്രേ അടിച്ചിരുന്നു. അപ്പോഴാണ് എൻ്റെ ബോധം പോയത്. ഏട്ടനെയും അങ്ങനെ തന്നെയാവും കൊണ്ടുവന്നത്. ആഹാ, രണ്ടുപേരും ഉണർന്നോ? ബെഡ് കോഫി വേണോ? എന്തായിരുന്നു കൊച്ചു വർത്താനം? എന്നോടും കൂടി പറയടി ചേച്ചി. നിന്റെ മുഖത്ത് എന്നെ കണ്ടതിൻ്റെ സന്തോഷമൊന്നുമില്ലല്ലോ. ഇങ്ങനെയാണോ ഒരു അനിയത്തിയെ കാണുമ്പോൾ? എന്തൊക്കെ പറഞ്ഞാലും നീ കാരണമാ ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത് കേട്ടോ. അതിന് നിന്നോട് നന്ദി പറയണം. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ജയ്പൂരിലേക്ക് കൊണ്ടുപോകും. എൻ്റെ അമ്മയ്ക്ക് നിന്നെ സ്നേഹിച്ച് മതിയായില്ലടി ചേച്ചി. അമ്മയെ സേവിച്ച് നിനക്ക് കഴിയാം. ഗംഗയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. എന്ത് ധൈര്യത്തിലാണ് ഗായത്രി നീ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുന്നത്? അതും എൻ്റെ വീട്ടിൽ. എത്ര നേരം നീ എന്നെ ഇവിടെ കെട്ടിയിടും? അതും എന്നെ ഈ അവസ്ഥയിലാക്കിയത് ചതിയിലൂടെയല്ലേ? അല്ലാതെ നേർക്ക് നേർ നിന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഓഹോ, ഇവൾക്ക് ഇത്രയും നീളമുള്ള നാക്കുണ്ടായിരുന്നോ? ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൾ പച്ച പാവമാണെന്ന്. എന്തൊരു ശാലീനതയായിരുന്നു, ജിബ്രാൻ പറഞ്ഞു. ഗംഗ തീ പാർന്ന കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. അവളുടെ ആ നോട്ടം പോലും ജിബ്രാനിൽ ആവേശമുണർത്തി. നീയാണോ ഇവളുടെ പിന്നിൽ? അവൻ്റെ അനിയനാണ് അല്ലേ? ഈ ഗംഗോത്രിയോട് നേരിട്ട് മുട്ടാനുള്ള ബലമൊന്നും നിനക്കില്ല അല്ലേ? ഇതുപോലത്തെ ഉഡായിപ്പ് വേല കൊണ്ടാണോ നീ മുംബൈയിൽ വലിയ ദാതയായത്? കഷ്ടം. നിന്റെ അമ്മയും ചേട്ടനും ഇപ്പോഴും എൻ്റെ കസ്റ്റഡിയിലാണ്. എന്ത് ധൈര്യത്തിലാടാ ഈ ഉണക്കക്കയർ കൊണ്ട് ഞങ്ങളെ കെട്ടിയിട്ടത്? അവളുടെ മുഖത്തെ പുച്ഛഭാവം കണ്ടപ്പോൾ ജിബ്രാൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. കാരണം ബന്ദിയാക്കിയിരിക്കുന്ന അവസ്ഥയിൽ പോലും അവളുടെ ധൈര്യം സമ്മതിക്കാതെ വയ്യ. അവളുടെ കണ്ണിലെ ആത്മവിശ്വാസം, അതാണ് ചെറുതായിട്ടെങ്കിലും അവനെ ഒന്ന് തളർത്തിയത്. ഗായത്രി പെട്ടെന്ന് അവളുടെ മുമ്പിലേക്ക് വന്നു. അവൾ തല താഴ്ത്തി ഗായത്രിയുടെ ചെവിയിൽ എന്തോ പറയാൻ വന്നതാണ്. അപ്പോഴേക്കും ഗംഗ അവളുടെ തല വെച്ച് ഗായത്രിയെ ഇടിച്ചു. അവളുടെ നെറ്റി ചതഞ്ഞു. ഒരു കരച്ചിൽ ശബ്ദത്തോടെ അവൾ നെറ്റിയിൽ കൈ അമർത്തി. അവൾക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. ആ വേദനയുടെ ദേഷ്യത്തിൽ അവൾ വലം കൈ ഉയർത്തി ഗംഗയുടെ കവിളിൽ ആഞ്ഞടിച്ചു. ഗായത്രിയുടെ 5 വിരലുകൾ ഗംഗയുടെ മുഖത്ത് കാണാമായിരുന്നു. ജിബ്രാൻ മെല്ലെ ഗംഗയുടെ അരികിലേക്ക് വന്നു. എവിടെയാണ് എൻ്റെ അമ്മയും സഹോദരനും? എനിക്കധികം സമയമില്ല. തിരിച്ചു പോയിട്ട് ധാരാളം ജോലിയുണ്ട്. നിന്നെയും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അമ്മയെ കണ്ടതിന് ശേഷം നമുക്ക് ധാരാളം സമയമുണ്ട്. അപ്പോൾ വിശദമായി പരിചയപ്പെടണം. അവൻ കണ്ണിറുക്കിക്കൊണ്ട് അവളെ നോക്കി. ആദ്യം നീ നിന്റെ ഭാര്യയെ പോയി പരിചയപ്പെട്. അതിനുശേഷം നിന്റെ അമ്മയെ. എന്നിട്ട് നീ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് പരിചയപ്പെടാം. ഇതുപോലെ ചതിയിലൂടെ ഒരാളെ കീഴ്പ്പെടുത്തി അവരുടെ മുമ്പിൽ നിന്ന് വീമ്പ് പറയുന്നവന് ഗംഗയോടൊന്ന് മിണ്ടാനുള്ള യോഗ്യത പോലുമില്ല, വിഷ്ണു പറഞ്ഞു. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. ആഹാ, നീ ആരാണ്? ഫ്രെയിമിലില്ലാത്തൊരു കഥാപാത്രമാണല്ലോ. ഞാൻ ഫ്രെയിമിലില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്റെ ചേട്ടനോടും അമ്മയോടും ചോദിച്ചാൽ മതി അങ്ങ് ജയ്പൂരിൽ എന്താ സംഭവിച്ചത് എന്ന്. അപ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ ഫ്രെയിമിലുണ്ടോ ഇല്ലയോ എന്ന്, വിഷ്ണു പറഞ്ഞു. അപ്പോൾ നീയാണ് വിഷ്ണു. നിന്നെ ഞാൻ പ്രത്യേകം കാണാനിരിക്കുകയായിരുന്നു. എന്തായാലും അതിന് മെനക്കെടേണ്ടി വന്നില്ല. നീയായിട്ട് തന്നെ എൻ്റെ വലയിൽ വന്ന് വീണു. അതും പറഞ്ഞ് ജിബ്രാൻ അട്ടഹസിച്ചു. ആരുടെ വലയിൽ വീണു? അപ്പോഴാണ് മുകളിൽ നിന്നും സ്റ്റെയർ കേസ് വഴി ഇറങ്ങി വരുന്ന ആളെ ജിബ്രാൻ കണ്ടത്. എല്ലാവരും അതിശയത്തോടെ അങ്ങോട്ട് നോക്കി. തുടരും.